ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും അനാസ്ഥ തുടർക്കഥയാകുന്നു. കെടുകാര്യസ്ഥതയുടെ പ്രത്യക്ഷ ഉദാഹരണമായി മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത. തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിന്റെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ഏറെക്കാലമായി ശൂന്യാവസ്ഥയിലായിരുന്ന അക്വാട്ടിക് കോംപ്ലക്സ് നവീകരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടെ. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിന്ന് വായ്പയെടുത്തവർ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വായ്പ തുക തിരിച്ചടച്ചില്ല. ഭവന നിർമ്മാണ ബോർഡിന് പിരിഞ്ഞു കിട്ടാനുള്ളത് കോടികൾ. മുനമ്പം മനുഷ്യക്കടത്ത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ. മനുഷ്യക്കടത്തിനായി ബോട്ട് വാങ്ങിയവരെ തിരിച്ചറിഞ്ഞു. കടൽമാർഗം മനുഷ്യക്കടത്തിന് പുറംവാതിൽ തുറന്നിട്ട് മുനമ്പം ഹാർബർ. തൃശൂർ ശക്തൻ കൊട്ടാരത്തിന്റെ മുഖം മിനുക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി പുരാവസ്തു ഉദ്യാനവും ചരിത്രം സന്ദർശകരുമായി പങ്കുവയ്ക്കുന്ന തീമാറ്റിക് ഇന്ററാക്ടീവ് മ്യൂസിയവും ഇവിടെ സജ്ജമാക്കും. മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ലാലൂരിൽ നടപ്പിലാക്കാൻ കോർപ്പറേഷന് താൽപര്യമില്ലെന്ന് മേയർ അജിത വിജയൻ. ലാലൂരിൽ അത്യാധുനിക സ്പോർട്സ് കോംപ്ലക്സ് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും മേയർ. രാജ്യത്ത് താരിഫ് ഓർഡർ നടപ്പിലാക്കുന്നതിലൂടെ കേബിൾ വരിക്കാരിൽ നിന്ന് ട്രായ് അമിതഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ. ചുരുങ്ങിയ ചെലവിൽ കേബിൾ ടിവി കാണാനുള്ള അവസരമാണ് ഇതോടെ നിഷേധിക്കപ്പെടുന്നതെന്നും രാജൻ. ആരെയും വകവയ്ക്കാതെ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത കരാർ കമ്പനി. കമ്പനിക്കെതിരെ നടപടിയെടുക്കാതെ ദേശീയപാത അതോറിറ്റിയും. കെടുകാര്യസ്ഥതയുടെ പ്രത്യക്ഷ ഉദാഹരണമായി മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത. സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിയെ പഴിക്കുന്നു. ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിയായ KMCയെ കുറ്റപ്പെടുത്തുന്നു. ദുരിതമനുഭവിക്കുന്നത് ജനവും. അധികാരിവർഗത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത. 6 വരിപ്പാത നിർമ്മാണം പൂർത്തീകരിക്കാൻ നിശ്ചിത കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടു. KMCക്ക് പലവട്ടം കാലാവധി നീട്ടിക്കൊടുത്തിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ടില്ല. ഹൈദരാബാദ് ആസ്ഥാനമായ കൃഷ്ണമോഹൻ റെഡ്ഡി കൺസ്ട്രക്ഷൻസ് എന്ന KMCക്ക് BOT വ്യവസ്ഥയിലാണ് കരാർ നൽകിയിട്ടുള്ളത്. റോഡ് നിർമ്മാണം പൂർത്തിയായാൽ നിർമ്മാണ തുകയും പലിശയും തിരിച്ചു ലഭിക്കുന്നതുവരെ കമ്പനിക്ക് ടോൾ പിരിക്കാം എന്നതാണ് വ്യവസ്ഥ. നിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോയിട്ടും KMCക്കെതിരെ ദേശീയപാത അതോറിറ്റി നടപടിയെടുക്കുന്നില്ല. കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്ന ഭീഷണി ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായിരുന്നു. KMC കമ്പനി ഉപകരാർ നൽകിയ കുതിരാൻ ഇരട്ടത്തുരങ്കത്തിന് നിർമ്മാണം നിലച്ചിട്ട് 5 മാസമായി. തുരങ്കം നിർമ്മിക്കുന്ന പ്രഗതി കമ്പനിക്ക് KMC നൽകാനുള്ളത് 45 കോടി രൂപയാണ്. ഇരട്ടത്തുരങ്കങ്ങളിലെ 2ാം തുരങ്കത്തിന്റെ 25% നിർമ്മാണ പ്രവൃത്തികൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. 1ാം തുരങ്കം ഇനിയും ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുമില്ല. റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാൻ അടിയന്തര യോഗം വിളിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി ഒല്ലൂർ MLA K. രാജൻ പറയുന്നു. റോഡിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനവും പൂർത്തീകരിക്കാതെ ടോൾ പിരിവ് ആരംഭിച്ചാൽ സമരം ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ 25-ന് പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ തൃശൂരിൽ യോഗം വിളിച്ചിരുന്നു. കരാർ കമ്പനിക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന് പൊട്ടിത്തെറിച്ചാണ് മന്ത്രി മടങ്ങിയത്. ഒന്നുമുണ്ടായില്ല. ഇനിയും ദുരിതം എത്ര നാളെന്ന ജനത്തിന്റെ ചോദ്യത്തിന് ആരാണ് മറുപടി പറയുക? TCV തൃശൂർ. തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിന്റെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ഏറെക്കാലമായി ശൂന്യാവസ്ഥയിലായിരുന്ന അക്വാട്ടിക് കോംപ്ലക്സ് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് നവീകരിക്കുന്നത്. കേരളത്തിന്റെ പ്രധാന കായിക കേന്ദ്രങ്ങളിലൊന്നായി മാറിയ തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സ് ശാപമോക്ഷം നേടുകയാണ്. നീന്തൽക്കുളങ്ങളും ഡോർമെറ്ററിയും അടങ്ങുന്ന കെട്ടിട സമുച്ചയം അടിമുടി മാറും. കിഫ്ബി വഴിയും അല്ലാതെയുമായി അനുവദിച്ച 7.25 കോടി രൂപയോളം ചെലവഴിച്ചാണ് തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അക്വാട്ടിക് കോംപ്ലക്സിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. നീന്തൽക്കുളങ്ങളിലെ വാട്ടർ ഫിൽറ്ററിംഗ്, ആധുനിക രീതികളിൽ നവീകരിച്ച ഡോർമെറ്ററികൾ, ഫീൽഡ് ലൈറ്റുകൾ, അണ്ടർ വാട്ടർ ലൈറ്റ്, പൂളും പരിസരവും ടൈൽ വിരിക്കൽ എന്നിങ്ങനെ കെട്ടിലും മട്ടിലുമെല്ലാം ഇതിനോടകം ഈ കായിക സമുച്ചയം മാറിക്കഴിഞ്ഞു. കെട്ടിടാങ്കണത്തിലെ ടൈൽ വിരിക്കലും പെയിന്റടിയും അവസാന ഘട്ടത്തിലായതോടെ നവീകരണ പ്രവൃത്തികളെല്ലാം 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്ന് നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്ന കായിക യുവജനക്ഷേമ വിഭാഗം ചീഫ് എഞ്ചിനീയർ N. മോഹനകുമാർ അറിയിച്ചു. AC മൊയ്തീൻ കായിക മന്ത്രിയായിരിക്കെയാണ് ശോചനീയാവസ്ഥയിലായിരുന്ന ഈ കായിക സമുച്ചയത്തിന്റെ നവീകരണം ലക്ഷ്യമിട്ട് ആദ്യം ഫണ്ട് അനുവദിച്ചത്. റേസ്, ഡൈവിംഗ്, ഇൻഡോർ പ്രാക്ടീസ് പൂളുകളോടുകൂടിയ അക്വാട്ടിക് കോംപ്ലക്സിൽ 10,000 പേരെ ഉൾക്കൊള്ളാവുന്ന ഗ്യാലറി സൗകര്യങ്ങളുമുണ്ട്. 1987-ൽ ദേശീയ ഗെയിംസിനോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിച്ച അക്വാട്ടിക് കോംപ്ലക്സിന്റെ ഉടമസ്ഥാവകാശം തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിനാണ്. അതേസമയം 30 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടത്തിലെ നവീകരണ പ്രവൃത്തികൾക്ക് സാങ്കേതിക അനുമതി വൈകുന്നത് കിഫ്ബി വഴി ലഭ്യമാകേണ്ട ഫണ്ട് വിഹിതം വൈകാൻ കാരണമായി.
കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന അഭിപ്രായമുയർന്നതാണ് ഇതിന് കാരണം. എന്നിരുന്നാലും മുഖച്ഛായ മാറിയെത്തുന്ന അക്വാട്ടിക് കോംപ്ലക്സ് സംസ്ഥാനത്തെ കായിക രംഗത്തിന് പുത്തൻ ഉണർവേകുമെന്ന പ്രതീക്ഷയാണുള്ളത്. TCV തൃശൂർ. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിന്ന് വായ്പയെടുത്തവർ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വായ്പ തുക തിരിച്ചടച്ചില്ല. ഭവന നിർമ്മാണ ബോർഡിന് പിരിഞ്ഞു കിട്ടാനുള്ളത് കോടികൾ. ഭവന നിർമ്മാണ ബോർഡിൽ നിന്ന് 20 വർഷം മുൻപ് വായ്പയെടുത്തവരാണ് ഇതുവരെയും വായ്പകൾ തിരിച്ചടയ്ക്കാതെ കോടികൾ ബാധ്യത വരുത്തിയത്. ഹഡ്കോയിൽ നിന്ന് വായ്പയെടുത്താണ് ഭവന നിർമ്മാണ ബോർഡിന്റെ നേതൃത്വത്തിൽ ഉപഭോക്താക്കൾക്ക് വായ്പയായി നൽകിയിരുന്നത്. തൃശൂർ ജില്ലയിൽ 57 പേരാണ് വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാനുള്ളത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ഭവന നിർമ്മാണ ബോർഡ് ഹൗസിംഗ് ലോൺ കൊടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ്. വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബോർഡ്. മന്ത്രിസഭാ നിർദ്ദേശപ്രകാരം വായ്പാ തുക തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായി അദാലത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 വർഷത്തിനിടെ വായ്പാ തുക തിരിച്ചുപിടിക്കുന്നതിനായി ആദ്യമായാണ് ഭവന നിർമ്മാണ ബോർഡ് അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ ഭവന നിർമ്മാണ ബോർഡിന്റെ ചുമതലയുള്ള മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ അദാലത്ത് നടന്നു. അദാലത്തിൽ പങ്കെടുക്കാത്തവർക്ക് ഇനി യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറാകില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. അദാലത്തിൽ പങ്കെടുത്തവർക്ക് 3 തവണകളിലായി തുക തിരിച്ചടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. 3 തുല്യ ഗഡുക്കളായി 3 മാസങ്ങൾ കൊണ്ട് പൂർണ്ണമായി അടച്ചു തീർക്കാനുള്ള സംവിധാനമാണ്. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ നമുക്ക് സാധ്യതയുള്ളതല്ല. ഇതിലൊരു തീരുമാനമെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അടച്ചു തീർക്കേണ്ട പണം യഥാസമയം അടച്ചു തീർക്കാതെ വരുന്ന ഘട്ടത്തിൽ തുടർ നടപടിയല്ലാതെ മറ്റു മാർഗമുണ്ടാകില്ല. അതേസമയം കിട്ടാക്കടം തിരിച്ചുപിടിക്കാനായി അദാലത്തിന് ശേഷം വായ്പ തിരിച്ചടയ്ക്കാത്തവരിൽ നിന്ന് തുക തിരിച്ചുപിടിക്കുന്നതിനായി റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനുള്ള നീക്കത്തിലാണ് സർക്കാർ. അദാലത്തിൽ മന്ത്രി VS സുനിൽകുമാർ, ജില്ലാ കളക്ടർ TB അനുപമ, CN ജയദേവൻ MP, മേയർ അജിത വിജയൻ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. മുനമ്പം മനുഷ്യക്കടത്ത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ. മനുഷ്യക്കടത്തിനായി ബോട്ട് വാങ്ങിയവരെ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം മുനമ്പത്ത് നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗുകളാണ് മനുഷ്യക്കടത്ത് സംബന്ധിച്ച സൂചന നൽകിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുനമ്പം ചെറായി വഴി ബോട്ടിൽ ഓസ്ട്രേലിയയിലേക്ക് ആളുകളെ കടത്തിയതായ സൂചനയാണ് ലഭിച്ചത്. ചെറായിയിലെ സ്വകാര്യ റിസോർട്ടിൽ സംഘം താമസിച്ചതായും പറയപ്പെടുന്നു. മുനമ്പം വഴി ഇവരെ കടത്താനായി ബോട്ട് വാങ്ങിയ ശ്രീകാന്തൻ, സെൽവം എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 42 പേരടങ്ങുന്ന സംഘം മുനമ്പത്ത് നിന്നും ഓസ്ട്രേലിയയിലെ ക്രിസ്മസ് എന്നുപേരുള്ള ദ്വീപിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. ശ്രീകാന്തൻ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ഹോട്ടലിൽ താമസിച്ചിരുന്നു. ദില്ലി അംബേദ്കർ നഗറിൽ നിന്നുള്ള തമിഴ് വംശജരും തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീലങ്കൻ അഭയാർത്ഥികളുമാണ് ഓസ്ട്രേലിയയിലേക്ക് കടന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കടൽമാർഗം അതിരുകടക്കാൻ പുറംവാതിൽ തുറന്നിട്ട് മുനമ്പം ഹാർബർ. മനുഷ്യക്കടത്തിലൂടെ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായ മുനമ്പം ഹാർബർ ജലഗതാഗതത്തെ സംബന്ധിച്ചിടത്തോളം തുറന്ന വഴിയാണ്. മുനമ്പം ഹാർബറിൽ നിന്നും ദിവസം എത്ര ജലയാനങ്ങൾ കടലിൽ പോകുന്നുവെന്നോ തിരികെ വരുന്നുവെന്നോ കണക്കില്ല. അതുതന്നെയാണ് ഈ ജലപാതയെ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് പ്രിയങ്കരമാക്കുന്നതും. മുനമ്പം കേന്ദ്രീകരിച്ച് 2000-ഓളം ബോട്ടുകളാണ് കടലിൽ പോകുന്നത്. ഇവയിൽ എത്ര തൊഴിലാളികൾ പണിയെടുക്കുന്നു, അവർ എവിടുത്തുകാരാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാളില്ല. അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എറണാകുളം ജില്ലയിൽപ്പെട്ട മുനമ്പത്ത് പരിശോധന നടത്താൻ അധികാരമില്ല. ഇക്കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പിന് കീഴിൽ അഴീക്കോട് പുതിയ മറൈൻ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. വാടകയ്ക്കെടുത്ത ഒരു ബോട്ടും ഫിഷറീസ് വകുപ്പിനുണ്ട്. എന്നാൽ മറൈൻ സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ ഇനിയും ആളെത്തിയിട്ടില്ല. ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന ജലയാനങ്ങളെക്കുറിച്ചും തൊഴിലാളികളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ച് അവ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പല ബോട്ടുകളിലും അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി പണിയെടുക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഇടയിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു. കടലിൽ പോകുന്ന ബോട്ടുകളിൽ പരിശോധന നടത്തി തൊഴിലാളികളുടെ തിരിച്ചറിയൽ രേഖകൾ ബോധ്യപ്പെട്ട ശേഷം മാത്രം കടലിലേക്ക് വിടുകയും തിരികെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുന്നതിലൂടെ അനധികൃത യാത്രകൾ തടയാൻ കഴിയും. ജനപങ്കാളിത്തത്തോടെയുള്ള കടലോര ജാഗ്രതാ സമിതികൾ കൂടുതൽ ശക്തമാക്കുകയും പ്രവർത്തനം വിപുലീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നിരീക്ഷണം ശക്തമാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. TCV കൊടുങ്ങല്ലൂർ. മത്സ്യബന്ധന യാനങ്ങളിൽ മുമ്പനാണ് 100 അടി ബോട്ടുകൾ. 100ഉം അതിലധികവും അടി നീളവും അതിനൊത്ത ഉയരവുമുള്ള ഇത്തരം ബോട്ടുകളാണ് മനുഷ്യക്കടത്ത് ഏജന്റുമാരും ഉപയോഗിക്കുന്നത്. 15,000 ലിറ്റർ ഇന്ധനവും 50ഓളം ആളുകളെയും ഉൾക്കൊള്ളുന്ന അറകളാണ് ഈ ബോട്ടുകളുടെ സവിശേഷത. മീനും ഐസും സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം അറകൾ ചിലപ്പോഴെങ്കിലും മനുഷ്യക്കടത്ത് പോലുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാറുണ്ട്. 1 കോടിയോളം രൂപ നിർമ്മാണ ചെലവ് വരുന്ന 100 അടി ബോട്ടുകൾ മനുഷ്യക്കടത്തിന് ശേഷം ഏജന്റുമാർ ഉപേക്ഷിക്കുകയാണ് പതിവ്. വർഷങ്ങൾക്ക് മുൻപ് ശ്രീലങ്കയിലെ തമിഴ് പുലികൾക്ക് വേണ്ടി മുനമ്പത്തും അഴീക്കോട്ടെ പടന്നയിലും
ഇത്തരം ബോട്ടുകൾ നിർമ്മിച്ചതായുള്ള വിവരത്തെ തുടർന്ന് തമിഴ്നാട് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. മനുഷ്യക്കടത്ത് ചൂടുള്ള വാർത്തയായി മാറുമ്പോൾ 100 അടി ബോട്ടുകൾക്ക് വില്ലൻ പരിവേഷമാണ് ലഭിക്കുന്നത്. TCV കൊടുങ്ങല്ലൂർ. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. തൃശൂർ ശക്തൻ കൊട്ടാരത്തിന്റെ മുഖം മിനുക്കുന്നു. കേരളത്തിലാദ്യമായി പുരാവസ്തു ഉദ്യാനവും കൊട്ടാര ചരിത്രം സന്ദർശകർക്ക് പകരും വിധത്തിലുള്ള തീമാറ്റിക് ഇന്ററാക്റ്റീവ് മ്യൂസിയവും ഇവിടെ സജ്ജമാക്കും. ആധുനിക സംവിധാനങ്ങളോടെയാണ് തൃശൂർ ശക്തൻ കൊട്ടാരത്തിന്റെ മുഖം മിനുക്കാൻ ഒരുങ്ങുന്നത്. 5,15,00,000 രൂപ ചെലവിട്ടാണ് പുതിയ നിർമ്മാണ പ്രവൃത്തികൾ. കൊട്ടാര നവീകരണത്തിനായി 4,85,00,000 രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. ബാക്കി തുക സംസ്ഥാന സർക്കാർ ചിലവഴിക്കും. 1 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് പുരാവസ്തു വകുപ്പ് ലക്ഷ്യമിടുന്നത്. കൊട്ടാരം കൂടുതൽ ജനകീയമാക്കുന്ന തരത്തിലും ശക്തൻ തമ്പുരാന്റെയും കൊട്ടാരത്തിന്റെയും ചരിത്രം സന്ദർശകർക്ക് പകർന്നു നൽകുന്ന തരത്തിലുമായിരിക്കും കൊട്ടാരം നവീകരിക്കുക. 4.85 കോടി ആണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. ശക്തൻ തമ്പുരാൻ വിഷയം ബന്ധപ്പെട്ട് തൃശ്ശൂരിൻ്റെ ശക്തൻ തമ്പുരാൻ ഇതെല്ലാം ഉൾക്കൊണ്ട് ആ മ്യൂസിയത്തിലൂടെ പ്രകാശിതമാക്കുന്ന ഒരു സന്ദേശം ഉൾപ്പെടെ വെറും ഒരു കാഴ്ച മാത്രമല്ല, കാഴ്ചക്കപ്പുറത്ത് ചിന്തിക്കാനും ആശയപരമായി സംവദിക്കാനും ഒക്കെയുള്ള ഒരു വിപുലമായ പദ്ധതിയാണ് മനസ്സിലുള്ളത്. കേരള മ്യൂസിയം നോഡൽ ഏജൻസിയുടെ നേതൃത്വത്തിലാണ് കൊട്ടാരം മുഖം മിനുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കേരളത്തിലെ ആദ്യ പുരാവസ്തു ഉദ്യാനം ശക്തൻ കൊട്ടാരത്തിൽ സ്ഥാപിക്കാനാണ് പുരാവസ്തു വകുപ്പ് ലക്ഷ്യമിടുന്നത്. കൂടാതെ കൊട്ടാരത്തിന്റെ ഗാലറികൾ നവീകരിച്ച് തീമാറ്റിക് ഇന്ററാക്റ്റീവ് മ്യൂസിയമാക്കി മാറ്റും. കൊട്ടാരവും പരിസരവും ആധുനിക ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളും ആധുനിക ലൈറ്റിംഗ് സംവിധാനങ്ങളും സ്ഥാപിച്ച് സന്ദർശകർക്ക് പുതിയ അനുഭവം പകർന്നു നൽകും. കുട്ടികളുടെ പാർക്ക്, പുൽത്തകിടി, ചരിത്രാതീതകാല സ്മാരകങ്ങൾ, മതിലുകളിൽ കൗതുകവും ചരിത്രവും നയനാനന്ദ കാഴ്ചകളും ഒരുക്കുന്ന നിർമ്മിതികൾ സ്ഥാപിക്കൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും പദ്ധതിയുണ്ട്. ശക്തൻ തമ്പുരാന്റെയും കൊട്ടാരത്തിന്റെയും പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന തരത്തിലായിരിക്കും കൊട്ടാര നവീകരണം പൂർത്തിയാക്കുക. TCV ന്യൂസ്, തൃശൂർ. മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ലാലൂരിൽ നടപ്പിലാക്കാൻ കോർപ്പറേഷന് താൽപ്പര്യമില്ലെന്ന് മേയർ അജിത വിജയൻ. ലാലൂരിൽ അത്യാധുനിക സ്പോർട്സ് കോംപ്ലക്സുമായി മുന്നോട്ടു പോകുമെന്നും മേയർ. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് 7 ജില്ലകളിലാണ് അത്യാധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ജില്ലയ്ക്ക് അനുവദിച്ച പ്ലാന്റ് ലാലൂരിൽ സ്ഥാപിക്കാനാകുമോ എന്ന ചർച്ചയാണ് ജില്ലാ ഭരണകൂടം നടത്തിവരുന്നത്. 15 ഏക്കർ സ്ഥലമാണ് മാലിന്യം സംസ്കരിക്കുന്ന കേന്ദ്രത്തിന് ആവശ്യമുള്ളത്. പ്രതിദിനം 100 ടൺ മാലിന്യം സംസ്കരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണിത്. പദ്ധതിക്കായി സ്ഥലം 25 വർഷത്തേക്ക് പാട്ടത്തിന് നൽകി അന്താരാഷ്ട്ര നിലവാരമുള്ള മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനാണ് നീക്കം. എന്നാൽ മാലിന്യ കേന്ദ്രത്തോട് എതിർപ്പില്ലെങ്കിലും ഇത് ലാലൂരിൽ വേണ്ടെന്ന നിലപാടാണ് കോർപ്പറേഷൻ ഭരണപക്ഷവും കോൺഗ്രസ് അംഗങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സംബന്ധിച്ച് സംഘടിപ്പിച്ച ചർച്ചയിലെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും സർക്കാരിനെ അറിയിക്കുമെന്ന് കളക്ടർ TV അനുപമ വ്യക്തമാക്കി. അതേസമയം ലാലൂരിൽ ഏറെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം മാലിന്യ നീക്കം നിർത്തിവെച്ചതാണെന്നും അവിടെ വീണ്ടും മാലിന്യ കേന്ദ്രം ആരംഭിക്കാൻ കോർപ്പറേഷന് താൽപ്പര്യമില്ലെന്നും മേയർ അജിത വിജയൻ TCVയോട് പറഞ്ഞു. കോർപ്പറേഷന്റെ തീരുമാനം ലാലൂരൊരു ട്രെഞ്ചിങ് ഗ്രൗണ്ട് ഇനി ഉണ്ടാക്കാൻ സാധ്യമല്ല. അതൊന്നല്ല, ഈ പദ്ധതി ലാലൂരേക്ക് കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് മറ്റൊരു സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ട് ആ പദ്ധതി
നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ സഹകരണവും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ് സ്പോർട്സിൻ്റെ കോംപ്ലക്സിന് വേണ്ടിയിട്ടുള്ള മറ്റു നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രം ജില്ലയ്ക്ക് ആവശ്യമാണ്. എന്നാൽ അതിനായി മറ്റൊരു സ്ഥലം കണ്ടെത്താൻ കോർപ്പറേഷൻ ശ്രമിക്കും. ലാലൂരിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്പോർട്സ് കോംപ്ലക്സ് ആരംഭിക്കാനാണ് കോർപ്പറേഷന്റെ പദ്ധതി. ഫുട്ബോൾ താരം IM വിജയന്റെ പേരിൽ 100 കോടി ചിലവഴിച്ച് സ്പോർട്സ് കോംപ്ലക്സ് എന്ന ആശയവുമായി കോർപ്പറേഷൻ മുന്നോട്ടു പോകുമെന്നും മേയർ അജിത വിജയൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് 7 ജില്ലകളിലായി സർക്കാർ സഹായത്തോടെ ആരംഭിക്കുന്ന കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് സംസ്ഥാനത്ത് 7 ജില്ലകളിലായി പദ്ധതി നടപ്പാക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. രാജ്യത്ത് താരിഫ് ഓർഡർ നടപ്പിലാക്കുന്നതിലൂടെ കേബിൾ വരിക്കാലിൽ ട്രായ് അമിതഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ പറഞ്ഞു. COA തൃശൂർ ജില്ലാ കൺവെൻഷന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചുരുങ്ങിയ ചിലവിൽ കേബിൾ TV കാണാനുള്ള അവസരമാണ് ഇതോടെ നിഷേധിക്കപ്പെടുന്നത്. പ്രേക്ഷകർക്ക് ചാനലുകൾ തിരഞ്ഞെടുക്കാനാകും എന്നതുപോലെ തന്നെ ചാനൽ കമ്പനി പറയുന്ന പണം കൊടുക്കേണ്ട സാഹചര്യവും വന്നു ചേർന്നിരിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. CCTV ടവറിൽ നടന്ന യോഗത്തിൽ COA ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, TV ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷന്റെ വിജയത്തിനായി 100 അംഗ സ്വാഗത സംഘത്തെ യോഗം തെരഞ്ഞെടുത്തു. സ്വാഗത സംഘം ചെയർമാനായി TV ജോൺസൺ, വൈസ് ചെയർമാൻമാരായി KC ജോൺസൺ, സന്തോഷ് ജോസ്, ജനറൽ കൺവീനറായി P ആന്റണി, ജോയിന്റ് കൺവീനർമാരായി AS പ്രസാദ്, VP ബിജു എന്നിവരെ തെരഞ്ഞെടുത്തു. വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരായി ജോർജ് ലിയോ, TV വിനോദ്, PB സുരേഷ്, PSA ബക്കർ, PM നാസർ എന്നിവരെയും ജോയിന്റ് കൺവീനർമാരായി എബി അബ്രഹാം, PP ബിജു, RH ഹാരിസ്, അജീഷ്, പ്രമോദ്, ജെറോം, OK മണി, KC ജോസ് എന്നിവരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 16 ശനിയാഴ്ച കേച്ചേരി മേഖലയിൽ വെച്ചാണ് COA ജില്ലാ കൺവെൻഷൻ നടക്കുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ 22-ാം തീയതി പരിഗണിക്കില്ലെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയായതിനാലാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീംകോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ 22-ന് പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചത്. നടപടികൾ പൂർണ്ണമായും റെക്കോർഡ് ചെയ്യണമെന്നും തത്സമയം സംപ്രേഷണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ മാത്യു നെടുമ്പാറ ഹർജി നൽകിയിരുന്നു. ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലാണ്. അതിനാൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിക്കുകയായിരുന്നു. മേലൂർ പുഷ്പഗിരിയെ ഭീതിയിലാഴ്ത്തിയ പുലിയെ പിടികൂടാൻ വനപാലകരുടെ ശ്രമം തുടരുന്നു. നാട്ടുകാർ പുലിയെ കണ്ട ഭാഗങ്ങളിൽ 4ഇടത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രികളിൽ പുലിയുടെ സഞ്ചാരം കണ്ടെത്താൻ കഴിയാത്തതിനാൽ ക്യാമറകളുടെ സ്ഥാനങ്ങൾ ഓരോ ദിവസവും മാറ്റുകയാണ്. അതേസമയം വടക്കന്തല കുഞ്ഞപ്പന്റെ വീട്ടുപറമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന കെണിക്കൂട് 4 ദിവസമായിട്ടും അവിടെ തന്നെ തുടരുകയാണ്. ദിവസങ്ങളോളം ഒരിടത്ത് തന്നെ കൂട് വയ്ക്കുന്നതാണ് പുലിയെ കൊടുക്കുന്ന രീതിയെന്ന് അതിരപ്പള്ളി റേഞ്ച് ഓഫീസർ പറഞ്ഞു. നേരം ഇരുട്ടിയാൽ ആളുകൾ പുറത്തിറങ്ങാത്ത സ്ഥിതിയാണ് ഇവിടെ. പുഷ്പഗിരിക്ക് പുറമെ അടിച്ചിരി, കുന്നപ്പള്ളി, പൂലാനി എന്നിവിടങ്ങളിലും ജനങ്ങളും ഭീതിയിലാണ്. പെരിങ്ങോട്ടുകര മൂന്നുംകൂടിയ സെന്ററിൽ ആംബുലൻസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ നിർമ്മാണ തൊഴിലാളി മരിച്ചു. ഇടുക്കി സ്വദേശി തൊടുവായിൽ വീട്ടിൽ 56 വയസ്സുള്ള രാജൻ മോനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. ഇടിച്ച ആംബുലൻസിൽ തന്നെ രാജൻ മോനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുത്തൻപീടികയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് രാജൻ മോൻ. ആമ്പലൂരിൽ ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ കാറിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. പാലക്കാട് പാടൂർ കളത്തിൽ കുഞ്ചുവിന്റെ മകൻ 52 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയാണ് അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. തൃശൂരിൽ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ. പുതുക്കാട് പോലീസ് നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂരിൽ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിന് മുകളിൽ നിന്ന് വീണ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട കല്ലേറ്റിങ്ങര നമ്പുള്ളിപ്പുറമ്പത്ത് മുരളിയാണ് മരിച്ചത്. കിഴക്കേനടയിലെ 7 നിലയുള്ള സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ രാവിലെ 7ഓടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അബദ്ധത്തിൽ വീണതാണോ ആത്മഹത്യയാണോ എന്നറിവായിട്ടില്ല. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് മുകളിലേക്ക് കയറിപ്പോകുന്നത് മറ്റ് ജീവനക്കാർ കണ്ടിരുന്നു. ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 4ാം നിലയിൽ നിന്ന് വീണതാണെന്നാണ് നിഗമനം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. വിമുക്ത ഭടനായ ഇയാൾ 6 വർഷമായി ഈ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. വീണ്ടും ഇടവേള.
നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിന്റെ ഒന്നാം നാൾ പരമ്പരാഗത ചടങ്ങുകളാൽ സമ്പന്നമായി. രാവിലെ ക്ഷേത്രാങ്കണത്തിൽ കുടുംബി സമുദായത്തിലെ സ്ത്രീകൾ സവാസിനി പൂജ നടത്തി. ദീർഘസുമംഗലി വരത്തിനായി അവിലും പഴവും മറ്റും നിവേദിക്കുന്ന ചടങ്ങ് ക്ഷേത്രാങ്കണത്തിലെ ആൽത്തറയിലാണ് നടന്നത്. കുടുംബി സമുദായത്തിന്റെ വകയായുള്ള ആടിനെ നടതള്ളലും ഒന്നാം താലപ്പൊലിയുടെ ഭാഗമാണ്. തെക്കേനടയിലെ കുരുമ്പയമ്മയുടെ സന്നിധിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിക്കുന്ന ആടുകളെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ആടിനെ നടതള്ളൽ. താലപ്പൊലിയിൽ പങ്കെടുക്കാൻ ഇരുമുടിക്കെട്ടിൽ വനവിഭവങ്ങളുമായി എത്തിയ മലയരയന്മാർ ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. സംസ്ഥാനത്തെ KSRTC സർവീസുകൾ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ നിലച്ചേക്കും. സംയുക്ത ട്രേഡ് യൂണിയൻ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് KSRTC സർവീസുകൾ നിർത്തിവെക്കുന്നത്. ഒക്ടോബർ 2 മുതൽ സംയുക്ത ട്രേഡ് യൂണിയൻ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഒത്തുതീർപ്പ് ചർച്ചകളെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. തൊഴിൽ ഗതാഗത വകുപ്പുകൾ വിളിച്ചുചേർത്ത യോഗങ്ങൾ നടപ്പിലാക്കാൻ KSRTC മാനേജ്മെന്റ് തയ്യാറാകുന്നില്ലെന്നാണ് സമരസമിതിയുടെ ആക്ഷേപം. ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറി നൽകിയ ശുപാർശ നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ ചർച്ച തുടങ്ങുക, പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല പണിമുടക്കിന് സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത്. KSRTCയിൽ സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോഴും പണിമുടക്കല്ലാതെ മറ്റു മാർഗങ്ങൾ മുന്നിലില്ലെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ നിലപാട്. അതേസമയം സമരസമിതിയുമായി ബുധനാഴ്ച ചർച്ച നടത്തുമെന്ന് KSRTC MD ടോമി ജെ തച്ചങ്കരി അറിയിച്ചു. ഫ്ലക്സ് നിരോധനം സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. കോടതി ആവശ്യപ്പെട്ടിട്ടും ചീഫ് സെക്രട്ടറി ഇതുവരെയും ഫ്ലക്സ് നിരോധനം സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകിയിട്ടില്ല. നിഷേധാത്മക നിലപാട് തുടർന്നാൽ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തേണ്ടതായി വരുമെന്നും കോടതി താക്കീത് നൽകി. ഹർത്താലുകളോടനുബന്ധിച്ച് ഫ്ലക്സുകൾ കത്തിക്കുന്ന പ്രവണതയും കൂടിവരികയാണ്. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും നിയമലംഘനം തുടർന്നാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കും എതിരായി കർശന നടപടി സ്വീകരിക്കുമെന്നും കോടതി അറിയിച്ചു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റബ്ബർ ഫാക്ടറിക്ക് തീപിടിച്ച് 3 ലക്ഷം രൂപയുടെ നഷ്ടം. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 കുമ്പളങ്ങാട് വ്യാസ കോളേജ് റോഡിൽ ചോലക്കുളത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഗ്ലോബൽ റബ്ബർ പ്രോഡക്ട്സിൽ തീപിടുത്തമുണ്ടായത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി ഏറെ പരിശ്രമത്തിന് ശേഷമാണ് തീയണച്ചത്. അപകട കാരണം വ്യക്തമായിട്ടില്ല. പുന്നമ്പറമ്പ് സ്വദേശി വറീദ് ചിറ്റിലപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാക്ടറി. അഗ്നിബാധയിൽ ഫാക്ടറിയിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. വെങ്കടങ്ങ പഞ്ചായത്തിലെ കാളിയേക്കലിൽ വീട് കത്തിനശിച്ചു. അപ്പനാത്ത് അജയന്റെ വീടാണ് കത്തിനശിച്ചത്. അടുക്കളയിൽ നിന്നാണ് തീ പടർന്നതെന്ന് സംശയിക്കുന്നു. അപകട സമയത്ത് വീടിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. വീടിനുള്ളിലുണ്ടായിരുന്ന ആധാരങ്ങളും മറ്റ് രേഖകളും ഫർണിച്ചറുകളും നിത്യോപയോഗ സാധനങ്ങളും പണവും കത്തിനശിച്ചിട്ടുണ്ട്. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും വീട് പൂർണ്ണമായും കത്തിയമർന്നു. പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും അടക്കമുള്ള ജനപ്രതിനിധികൾ സ്ഥലത്ത് എത്തിയിരുന്നു. ദേശീയപാതയിൽ മുരിങ്ങൂരിൽ അപകടത്തിൽപ്പെട്ട ഓട്ടോ ഡ്രൈവറെ മന്ത്രി VS സുനിൽകുമാറിന്റെ പൈലറ്റ് വാഹനത്തിൽ ആശുപത്രിയിലെത്തിച്ചു. തകർന്ന ഓട്ടോയിൽ നിന്ന് പരിക്കേറ്റയാളെ പുറത്തെടുക്കാനും മന്ത്രി ഒപ്പം കൂടി. ആശുപത്രിയിലെത്തിയ മന്ത്രി അരമണിക്കൂറിന് ശേഷമാണ് സെന്റ് ജെയിംസ് ആശുപത്രിയിൽ നിന്നും പോയത്. കോന്നൂർ സ്വദേശി ജസ്റ്റിനാണ് പരിക്കേറ്റത്. മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയുടെ പിന്നിൽ ലോറി വന്നിടിക്കുകയായിരുന്നു. ഈ സമയത്താണ് ചെങ്ങന്നൂരിലുള്ള യാത്രയ്ക്കിടെ മന്ത്രി അതുവഴി വന്നത്. ഉടനെ കാറിൽ നിന്നിറങ്ങിയ സുനിൽകുമാർ പോലീസിനോടൊപ്പം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഇതിനിടെ മന്ത്രിയുടെ കൈയിനും ചെറിയ പോറലേറ്റു. ഹർത്താലിനിടെ വാടാനപ്പള്ളിയിൽ നീതി ടെക്സ്റ്റൈൽസ് അടിച്ചു തകർത്ത സംഭവത്തിൽ 9 BJP പ്രവർത്തകർ അറസ്റ്റിൽ. വാടാനപ്പള്ളി ബീച്ച് സ്വദേശികളായ മണ്ണാമ്പുറത്ത് സുനിൽ, കുറുപ്പത്ത് വീട്ടിൽ ഹരിപ്രസാദ്, വൻപുള്ളിപ്പറമ്പിൽ മിഥുൻ, തിലക്, പനക്കപ്പറമ്പിൽ ധനീഷ്, ഇയാനി കോരുത്ത് സന്തോഷ് കുമാർ, ഇത്തിക്കാട്ട് വീട്ടിൽ മനോഹരൻ, തൃത്തല്ലൂർ സ്വദേശികളായ പഴഞ്ചേരി വീട്ടിൽ ജോജിൻ, കോരത്ത് വീട്ടിൽ അരുൺദാസ്, നടുവിൽക്കര സ്വദേശി പൂവത്തുംപറമ്പിൽ ഷൈജു എന്നിവരാണ് അറസ്റ്റിലായത്. വാടാനപ്പള്ളി SI MK രമേശും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 3-ാം തീയതി നടന്ന ഹർത്താലിനിടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആക്രമണത്തിൽ ടെക്സ്റ്റൈൽസിന്റെ ചില്ലുകൾ തകർന്നിരുന്നു. പ്രതികളെ ചാവക്കാട് കോടതിയിൽ ഹാജരാക്കി. ധീരനായ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ സ്മരണയോടൊപ്പം സഞ്ചരിക്കാൻ മുടങ്ങാതെ 40-ാം വർഷവും ബദരിയ മുട്ടുംവിളി സംഘം മണത്തലയിലെത്തി. മുട്ടിനനുസരിച്ച് വിളിയും വിളിക്കനുസരിച്ച് മുട്ടുമായി വിളിച്ചുണർത്താൻ പാലക്കാട് കണ്ണമ്പ്ര KS മുഹമ്മദ് ഹുസൈൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണത്തലയിൽ എത്തിയിരിക്കുന്നത്. ഹുസൈൻ ഉസ്താദ് 16-ാം വയസ്സിൽ തുടങ്ങിയ മുട്ടുംവിളി കേൾക്കാത്തവർ വിരളമായിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളായ ബദ്റിലെയും ഉഹ്ദിലെയും ഷഹീദായ ശുഹദാക്കളുടെ പ്രകീർത്തനവുമായാണ് ഹുസൈനും സംഘവും മണത്തലയും പ്രദേശവും ചുറ്റുന്നത്. മണത്തല പള്ളി കൂടാതെ പ്രധാനപ്പെട്ട എല്ലാ മക്ബറകളിലും
ഹുസൈൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ബദരിയ മുട്ടുംവിളി സംഘം എത്താറുണ്ട്. മക്കം ഫത്തഹ്, ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ, വമ്പൂറ്റ ഹംസ എന്നീ ബൈത്തുകളും മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകളുമാണ് ഉസ്താദും സംഘവും അവതരിപ്പിക്കുന്നത്. ചീനി, മുരശ്, ഒറ്റ, ഡോൾ, ചിലമ്പ് എന്നീ വാദ്യോപകരണങ്ങളുമായാണ് ജനങ്ങളെ ഇവർ ആനന്ദത്തിൽ ആറാടിക്കുന്നത്. നേർച്ചയുടെ വിളംബരമറിയിച്ച് മകരം 1 പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന മുട്ടുംവിളി ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ വലിയ സ്വീകരണവും ആദരവുമാണ് ലഭിക്കുന്നതെന്ന് ഉസ്താദ് പറയുന്നു. 16-ാം വയസ്സിൽ ഉസ്താദ് അമീർ ഷായുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഈ മഹത്തായ കലാരൂപം പ്രായം തളർത്താതെ ഉസ്താദ് ഇന്നും അവതരിപ്പിക്കുകയാണ്. TCV ചാവക്കാട്. പൂനെയിൽ നടന്ന ഖേലോ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി കേരളത്തിന്റെ അഭിമാനമായി മാറിയ പന്നിത്തടം ചിറമനേങ്ങാട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി KH സ്വാലിഹയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. മത്സരം കഴിഞ്ഞ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സ്വാലിഹയെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പൗരപ്രമുഖരും സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു. ഇയാൾ കുണ്ടുപറമ്പിൽ ഹമീദിന്റെയും റജിലയുടെയും മകളായ സ്വാലിഹ അണ്ടർ 17 ഗേൾസ് ഹൈജമ്പിലാണ് ദേശീയതലത്തിൽ സ്വർണം നേടിയത്. ദേശീയ സ്കൂൾ കായികമേളയിലും സ്വാലിഹ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിരുന്നു. ജനപ്രതിനിധികൾ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വിൻസെന്റ് കാട്ടുകാരൻ, ദേശീയ താരം KR സാംബശിവൻ, സ്കൂൾ മാനേജർ RM ബഷീർ, പ്രിൻസിപ്പൽ ബീന ഉണ്ണി തുടങ്ങിയവരും പുഷ്പഹാരവും പൊന്നാടിയും അണിയിച്ചു. സ്വാലിഹയുടെ പരിശീലകരായ CP ആൻഡോ, VG സുമ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. തിരൂർ പള്ളി തിരുനാളിനിടെ വിയൂർ പോലീസിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന തിരുനാളിനിടെ ഉണ്ടായ അടിപിടി കേസിലെ പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിനെ ആക്രമിക്കുകയും വാഹനം നശിപ്പിക്കുകയും ചെയ്തത്. സംഭവത്തിൽ 30ഓളം പേർക്കെതിരെ വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് 1ഉം 2ഉം പ്രതികളടക്കമുള്ള 6 പേരെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. ജില്ലയിൽ 7 താലൂക്കുകളിലായി 8888 പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യും. ജനുവരി 21-ാം തീയതി തൃശൂർ ടൗൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരനാണ് മേള ഉദ്ഘാടനം ചെയ്യുക. 80 വനഭൂമി പട്ടയം, 89 സുനാമി പട്ടയം, 6113 കാണാം പട്ടയങ്ങൾ എന്നിവയാണ് വിതരണം ചെയ്യുക. ചാലക്കുടി, തൃശൂർ, മുകുന്ദപുരം താലൂക്കുകളിലാണ് വനഭൂമി പട്ടയങ്ങൾ വിതരണം ചെയ്യുക. സ്പെഷ്യൽ തഹസിൽദാർ ബീന ഹനീഫിയുടെ നേതൃത്വത്തിലുള്ള സർവേ ഉദ്യോഗസ്ഥർ, റവന്യൂ ഇൻസ്പെക്ടർമാർ എന്നിവരാണ് വനഭൂമി പട്ടയങ്ങൾ തയ്യാറാക്കിയത്. ചാവക്കാട്, കൊടുങ്ങല്ലൂർ താലൂക്കുകളിലായാണ് സുനാമി പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത്. 200 പുഞ്ച പട്ടയങ്ങളും 180 LT പട്ടയങ്ങളും മേളയിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഒരു ഇടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. CPM ജില്ലാ കമ്മിറ്റി യോഗം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് യോഗത്തിൽ ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AS കുട്ടിയെ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റലപ്പള്ളി, വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി PN സുരേന്ദ്രൻ എന്നിവരെ താക്കീത് ചെയ്യാനും ഏരിയ കമ്മിറ്റി അംഗം KP മദനനെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനിച്ചു. കോടിയേരിക്ക് പുറമെ കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, മന്ത്രി AC മൊയ്തീൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ സെന്റ് തോമസ് കോളേജ് കോമേഴ്സ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് മെഡ്ലിക്കോട്ട് ഹാളിൽ നടന്ന ചടങ്ങിൽ ഇൻഡോ അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ P രവീന്ദ്രനാഥ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇഗ്നീഷ്യസ് ആന്റണി അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ വർഗീസ് കുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അലക്സാണ്ടർ പേഴ്സൺ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ CA ശാന്തകുമാർ, ഡോക്ടർ M ബിജു ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിൽ വിദേശികളടക്കമുള്ള നിരവധി പ്രഗത്ഭർ വിഷയങ്ങൾ അവതരിപ്പിക്കും. വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെങ്ങാലൂർ പുതുപ്പള്ളി വീട്ടിൽ 70 വയസ്സുള്ള രാഘവനെയാണ് തിങ്കളാഴ്ച രാത്രി വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പുതുക്കാട് പോലീസ് കേസെടുത്തു. ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചുവ മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ പള്ളി ഉണർത്തൽ ചടങ്ങിന് ശേഷം നിർമ്മാല്യം, അഭിഷേകം എന്നിവയ്ക്ക് ശേഷം വിശേഷാൽ പൂജകളും ധ്വജപൂജയും നടന്നു. തുടർന്ന് ശിവേലിക്ക് ശേഷം അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതം അരങ്ങേറി. ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പുകളും ക്ഷേത്രത്തിലെത്തി.
തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 45 ഗജവീരന്മാർ അണിനിരന്നു. കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ മേളവും അരങ്ങേറി. ബുധനാഴ്ച പുലർച്ചെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ആറാട്ട് നടക്കും. തുടർന്ന് ഉത്സവത്തിന് കൊടിയിറങ്ങും. കേരള ബ്രാഹ്മണ സഭയുടെ ആഭിമുഖ്യത്തിൽ തൈപ്പൊങ്കൽ ആഘോഷം സംഘടിപ്പിച്ചു. പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമസ്വാമി മണ്ഡപത്തിൽ നടന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായി സഭാംഗങ്ങൾ പിന്നൽ കോലാട്ടം, കവിതാപാരായണം, തിരുപ്പുകഴ് കോലാട്ടം, തമിഴ് ഗാനങ്ങൾ തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ധനലക്ഷ്മി ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ടി ലത നിർവഹിച്ചു. കേരള ബ്രാഹ്മണ സഭ ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ ടി കെ ദേവനാരായണൻ അധ്യക്ഷത വഹിച്ചു. ടൗൺ യൂണിറ്റ് സെക്രട്ടറി വിശ്വനാഥ അയ്യർ, കേരള ബ്രാഹ്മണ സഭ ജില്ലാ പ്രസിഡന്റ് ശിവരാമകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ഡി മൂർത്തി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞ സവിത ശ്രീരാമന്റെ സംഗീത പരിപാടി അരങ്ങേറി. പാലക്കാട് ആർ സ്വാമിനാഥൻ വയലിനിലും KMS മണി മൃദംഗത്തിലും ദീപക് തബലയിലും പക്കമേളമൊരുക്കി. ഒളരി എൽത്തുരുത്ത് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നിർവഹിച്ചു. മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP, ഡെപ്യൂട്ടി മേയർ P. റാഫി ജോസ്, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PG ബിജി, ഡിവിഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാട തുടങ്ങിയവർ സംസാരിച്ചു. 1,40,00,000 രൂപ ചെലവിട്ട് ഒളരി എൽത്തുരുത്ത് റോഡ് റബ്ബറൈസ് ചെയ്യുന്നതോടെ റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ഇതോടൊപ്പം വസന്ത നഗർ ഭാഗത്ത് കനാൽ നിർമ്മിച്ച് പ്രദേശവാസികളുടെ പരാതി പരിഹരിക്കുമെന്ന് മന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനവേളയിൽ ഉറപ്പു നൽകി. INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിച്ച ലീഡർ K. കരുണാകരന്റെ പ്രതിമ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അനാച്ഛാദനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി ഡോക്ടർ ചൂരനാട് രാജശേഖരൻ, INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ, ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, DCC മുൻ പ്രസിഡന്റുമാരായ O. അബ്ദുറഹ്മാൻ കുട്ടി, MP ഭാസ്കരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 11 മുതൽ 17 വരെ നീണ്ടുനിൽക്കുന്ന റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് MBBS വിദ്യാർത്ഥികൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഫ്ലാഷ് മോബ് നടത്തി. മെഡിക്കൽ കോളേജ് യൂണിയൻ ദിശയുടെ നേതൃത്വത്തിൽ IMA വാൻ ക്ലബ്, മോട്ടോ ക്ലബ് എന്നിവയുമായി ചേർന്നാണ് ഫ്ലാഷ് മോബ് നടത്തിയത്. ഹെൽമറ്റ് ധരിച്ചുകൊണ്ടാണ് എല്ലാവരും ചുവടുകൾ വെച്ചത്. വീണ്ടും പ്രധാന വാർത്തകൾ. ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും അനാസ്ഥ തുടർക്കഥയാകുന്നു. കെടുകാര്യസ്ഥതയുടെ പ്രത്യക്ഷ ഉദാഹരണമായി മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത. തൃശൂർ അക്വാട്ടിക് കോംപ്ലക്സിന്റെ നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ഏറെക്കാലമായി ശൂന്യാവസ്ഥയിലായിരുന്ന അക്വാട്ടിക് കോംപ്ലക്സ് നവീകരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടെ. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിന്ന് വായ്പയെടുത്തവർ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വായ്പ തുക തിരിച്ചടച്ചില്ല. ഭവന നിർമ്മാണ ബോർഡിന് പിരിഞ്ഞു കിട്ടാനുള്ളത് കോടികൾ. മുനമ്പം മനുഷ്യക്കടത്ത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ. മനുഷ്യക്കടത്തിനായി ബോട്ട് വാങ്ങിയവരെ തിരിച്ചറിഞ്ഞു. കടൽമാർഗം മനുഷ്യക്കടത്തിന് പുറംവാതിൽ തുറന്നിട്ട് മുനമ്പം ഹാർബർ. തൃശൂർ ശക്തൻ കൊട്ടാരത്തിന്റെ മുഖം മിനുക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി പുരാവസ്തു ഉദ്യാനവും ചരിത്രം സന്ദർശകരുമായി പങ്കുവയ്ക്കുന്ന തീമാറ്റിക് ഇന്ററാക്ടീവ് മ്യൂസിയവും ഇവിടെ സജ്ജമാക്കും. മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ലാലൂരിൽ നടപ്പിലാക്കാൻ കോർപ്പറേഷന് താൽപര്യമില്ലെന്ന് മേയർ അജിത വിജയൻ. ലാലൂരിൽ അത്യാധുനിക സ്പോർട്സ് കോംപ്ലക്സ് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും മേയർ. രാജ്യത്ത് താരിഫ് ഓർഡർ നടപ്പിലാക്കുന്നതിലൂടെ കേബിൾ വരിക്കാരിൽ ട്രായ് അമിതഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണെന്ന് COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ. ചുരുങ്ങിയ ചെലവിൽ കേബിൾ TV കാണാനുള്ള അവസരമാണ് ഇതോടെ നിഷേധിക്കപ്പെടുന്നതെന്നും രാജൻ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.